എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിലെ അടുത്ത ടോപ്പിക്കിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് ഓർക്കുക. ഇറ്റ് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. നമ്മൾ സപ്പോസ് ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ വി. What is electric potential? Definition ആണ് it is a work done to bring a unit positive charge from infinity to that point. ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറയുമ്പോൾ നമ്മളുടെ കാര്യം ഇറ്റ് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. ഫോഴ്സ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റ് ചാർജ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആരായാലും കുഴപ്പമില്ല. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം യൂണിറ്റ് ടെസ്റ്റ് ചാർജ് അല്ല, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം infinity to that point. Therefore potential V is defined as the work done to bring unity charge. Therefore its unit is equal to joules per coulomb, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് വോൾട്ട്. ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, കാരണം വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ്. വർക്ക് ഡൺ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, therefore potential is also a സ്കെലാർ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ എന്താണ്? എനർജിയുടെ ml²T⁻² ഡിവൈഡഡ് ബൈ IT ഇട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് വേണമെങ്കിൽ എഴുതിക്കോളാം. ml²T⁻² ഡിവൈഡഡ് ബൈ IT. ഇത് മേൽ പോകുമ്പോൾ T⁻³ I മേൽ പോകുമ്പോൾ I⁻⁻1. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇതിനെ ഇങ്ങനെയും എഴുതാറുണ്ട്. പൊട്ടൻഷ്യൽ V is equal to നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതൊരു ടേം ഒന്ന് പഠിച്ചു. നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക്. ഏരിയ വരികയാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ, വോളിയം വരികയാണെങ്കിൽ വോളിയം ഇന്റഗ്രേഷൻ. ലെങ്ത് ആയതുകൊണ്ട് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആര്? നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ. പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടത്തെ പൊട്ടൻഷ്യലും ഇവിടത്തെ പൊട്ടൻഷ്യലും ഈക്വൽ ആണോ? ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ വർക്ക് ചെയ്യുന്നതും ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ വർക്ക് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടത്തെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളായിട്ട് എടുക്കുകയാണെങ്കിൽ ബിയിലെ പൊട്ടൻഷ്യൽ എയിലെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലായിരിക്കും. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം എ ടു ബി. അതാണ് ഇന്റഗ്രൽ ഫ്രം എ ടു ബി ഇ ഡോട്ട് ഡി എൽ. നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം എ ടു ബി. ജസ്റ്റ് പഠിച്ച അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷൻ. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് ചാർജ്. ഇത് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മായ്ച്ചു കളഞ്ഞ സാധനം പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ദാറ്റ് ഈസ് ഓർക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. രണ്ട് പോയിന്റുകൾ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്ക് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ. ഇതിനകത്തൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു QV. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേർ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് ആൻഡ് therefore വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു QV where V is the potential difference, that is Q into V final minus V initial. V final is greater than V initial ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവും V ഫൈനലിലെ കുറവാണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് വരും. V ഫൈനലും V ഇനിഷ്യൽ ഈക്വൽ ആണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ 10, ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 15. ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് എ വർക്ക് ഡൺ? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 15 മൈനസ് 10. കുഴപ്പമൊന്നുമില്ല. ഈ ചാർജ് പാർട്ടിക്കിൾ ഇതിലെ ഇങ്ങനെ പോയാലോ സെയിം ആൻസർ, ഇങ്ങനെ പോയാലോ സെയിം ആൻസർ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സിൽ നമ്മൾ പറയുന്നവരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഫോഴ്സ് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എങ്കിൽ ദാറ്റ് വർക്ക് ഡൺ ഈസ് കാൾഡ്, ദാറ്റ് ഫോഴ്സ് ഫീൽഡ് ഈസ് കാൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഗ്രാവിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല.
ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ദീസ് ആർ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. അതൊക്കെ വർക്ക് എനർജി പവറിനകത്തൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ വർക്ക് ഡൺ W ഈക്വൽ ടു, അപ്പൊ നമുക്ക് പറയാം ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? എ സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. വർക്ക് ഡൺ ഇൻ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. therefore വർക്ക് ഡൺ ഈസ് ആൾസോ ഈക്വൽ ടു 0. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഡൺ W ഈക്വൽ ടു ചാർജ് ഇൻടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് വളരെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ തന്നെ എടുക്കണം. ചാർജിന്റെ സൈൻ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നെഗറ്റീവ് ചാർജ് ആണ് മൂവ് ചെയ്യുമെങ്കിൽ മൈനസ് ഇൻറ്റു സംതിങ് എന്ന് എടുക്കണം. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓർക്കുക. ഇനി നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? അതിന്റെ ആൻസർ ഇതാണ്. V is equal to 1/4πε0 into Q divided by R. ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? എവേ ഓർ ടുവേഴ്സ്. കുറച്ചു പേരെങ്കിലും എവേ എന്ന് പറഞ്ഞു കാണും. തെറ്റാണ്. പൊട്ടൻഷ്യലിന് നോ ഡയറക്ഷൻ, ഡയറക്ഷൻ ഇല്ല. അപ്പോഴത്തേക്കും സാർ മൈനസ് ക്യൂ ചാർജ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? V is equal to 1/4πε0 into മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കും, സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ചാർജിന്റെ സൈൻ ഇടണ്ടാന്ന്. അത് വെക്റ്റർ ക്വാണ്ടിറ്റികളായിട്ടുള്ള ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെയും റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ ഇടണ്ട. വെക്റ്റർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ ഇടണ്ട. സ്കെലാർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ. പൊട്ടൻഷ്യൽ സ്കെലാർ ആണ്. therefore പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അത് മറന്നു പോകരുത്. ഇതാണ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ സാറേ ഒരു ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഞാൻ ചോദിച്ചു എവിടെ? ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് തുടങ്ങിക്കളയാം. ഇത് എ, ഇത് എ. ഇവന്റെ ആക്സിയൽ ലൈൻ ഇതാണ്. ഇവിടത്തെ പൊട്ടൻഷ്യൽ എത്ര? അറ്റ് എ ഡിസ്റ്റൻസ് ആർ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിച്ചു വയ്ക്കണേ, അത് മറന്നു കളയരുത്. ഞാൻ ഒന്നുകൂടെ എഴുതാം. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V പോസിറ്റീവ് ഈസ് ഈക്വൽ ടു 1/4πε0 into പ്ലസ് Q ഡിവൈഡഡ് ബൈ R മൈനസ് എ. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V നെഗറ്റീവ് ഈസ് ഈക്വൽ ടു 1/4πε0 into മൈനസ് Q ഡിവൈഡഡ് ബൈ R പ്ലസ് എ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. 1/4πε0 into P ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ. If R square is very much greater than A square, R square is very much greater than A square ആണെങ്കിൽ potential V is equal to 1/4πε0 into P by R square എന്ന് കിട്ടും. പഠിച്ചു വയ്ക്കുക. ഇക്വറ്റോറിയൽ ലൈനിലാണ് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഇക്വറ്റോറിയൽ ലൈനിലാണ് വരുന്നതെങ്കിൽ അവിടെ നെറ്റ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. കാരണം ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന അത്രയും നെഗറ്റീവ് ആയിരിക്കും. therefore potential along the equatorial line V, here potential V is equal to 0. മറന്നു പോകരുത്, തെറ്റിക്കുകയും ചെയ്യരുത്. therefore ratio between the potential due to a dipole along the axial line and the equatorial line is infinity, something by 0. equatorial line to axial line ആണെങ്കിൽ 0. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടെ ഒന്ന് പഠിച്ചേക്കുക. 1/4πε0 into 2PR divided by R square minus A square the whole square. അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചേക്ക് ബൈ ഹാർട്ട് വേണം. കണ്ടീഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? E is equal to 1/4πε0 into 2P by R cube. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ 1/4πε0 into P divided by R square plus A square the whole raised to 3/2. കണ്ടീഷൻ കൊടുക്കുമ്പോൾ E is equal to 1/4πε0 into P by R cube. പറഞ്ഞു പോകരുത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R cube ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R square. ഇക്വറ്റോറിയൽ ലൈനിൽ 0, ആക്സിയൽ ലൈനിൽ P by R square. ഇത്രയും കാര്യം പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതാണ്, ഒരു സ്പിയർ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ ഏത് സ്പിയർ? സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടർ ആണോ
കണ്ടക്ടിങ് ഷെല്ലാണോ? ഞാൻ പറഞ്ഞു സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടർ. സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടർ ഓർ കണ്ടക്ടിങ് ഷെൽ. ബാഡ് കണ്ടക്ടർ പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, ഇവന്റെ ചാർജ് ക്യൂ, ഇവിടെ നിന്നും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? 1/4πε0 × Q/R. പോയിന്റ് ചാർജിനെ പോലെ തന്നെ. അപ്പോൾ ചോദിക്കും സാർ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V എത്ര? 1/4πε0 × Q/R. അപ്പോൾ ചോദിക്കും സാർ അകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? V = 0 അല്ല, 1/4πε0 × Q/R തന്നെ. സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അകത്തെല്ലായിടത്തും. ഇതാരാണെങ്കിൽ സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടറോ കണ്ടക്ടിങ് ഷെല്ലോ ആണെങ്കിൽ, സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടർ ഓർ കണ്ടക്ടിങ് ഷെൽ. ഇതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ നമ്മൾ ഓർക്കുക, ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടി ഒന്ന് ഓർത്തിരിക്കുക. 1/4πε0 × Q/R². E is equal to 1/4πε0 × Q/R². And here electric field intensity E is equal to 0. Simple ആണ്. Q/R², Q/R. Q/R², Q/R. Electric field intensity 0, potential is equal to Q/R. ഇനി നമ്മൾ അടുത്ത ആരാണ്? ബാഡ് കണ്ടക്ടർ ഓർ ഡൈഇലക്ട്രിക്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന ചാർജ് ഇവന്റെ സർഫസിനകത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് സാർ? 1/4πε0 × Q/R. മാറ്റമില്ല. ഇവിടെ എത്രയാണ് സാർ? V is equal to 1/4πε0 × Q/R. അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് സാർ? ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ എത്രയാണ് സാർ? അതിനൊരു ആൻസർ ഉണ്ട്, ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ V is equal to, ഒരു നിർബന്ധമില്ല, ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ പഠിക്കാം. 1/4πε0 × 3Q × 3R² - R²/2R³. ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല പഠിക്കാൻ, പക്ഷെ വേറൊന്ന് പഠിക്കണം, അത് ഞാൻ പറയാം. സെന്ററിൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് ദ സെന്ററിൽ പൊട്ടൻഷ്യൽ V is equal to 3/2 1/4πε0 Q/R. സർഫസിലുള്ളതിന്റെ 1.5 ടൈംസ്, 3/2 ടൈംസ്. അത് വേണ്ട, അത് പിന്നീട് നമുക്ക് അവസാനം പറയാം. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടെ പഠിച്ചു വയ്ക്കുക. E is equal to 1/4πε0 Q/R². ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ 1/4πε0 Q/R². ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to 1/4πε0 × Qr/R³. അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. പൊട്ടൻഷ്യൽ അകത്ത് 0 അല്ല, കോൺസ്റ്റന്റും അല്ല, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തെ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. മറന്നു പോരുത്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ സർഫസിലും അകത്തും എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ, പുറത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ഉണ്ടാവും, ഗ്രാജുവലി കുറഞ്ഞു വരണം. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ, ഇത് സെന്റർ, ഇത് R, ഇത് ഡിസ്റ്റൻസ് R. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അകത്ത് കോൺസ്റ്റന്റ് അല്ല. ഇവിടെയാണെങ്കിൽ ഇത് ചോദിക്കത്തില്ല. ഈ ബാഡ് കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യലിന്റെ കേസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ എഞ്ചിനീയറിങ്ങിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവരുള്ളവർ പഠിച്ചു വെക്കുക. ഇങ്ങനെയായിരിക്കും വരിക. സർഫസിൽ നിന്ന് പുറത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അത് കഴിഞ്ഞ് കൂടി 1.5 ടൈംസ് ആവും. ഇങ്ങനെയാണ് വരിക. സെന്ററിൽ എന്ന് പറയുമ്പോൾ സ്മാൾ ആറിന്റെ വാല്യൂ നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം? സെന്ററിൽ സ്മാൾ ആറിന്റെ വാല്യൂ 0 ഇട്ടാൽ സെന്ററിൽ, ഓർക്കുക, വീണ്ടും ഞാൻ പറയുന്നു, അറ്റ് ദ സെന്ററിൽ V is equal to 3/2 1/4πε0 × Q/R എന്ന് വരും. സർഫസിലുള്ളതിന്റെ 1/3 ആയി. സർഫസിൽ 10 ആണെങ്കിൽ സെന്ററിൽ 50, സർഫസിൽ 50 ആണെങ്കിൽ സെൻട്രൽ 75, പകുതി കൂടെ കൂടും. അതാണ് അതിന്റെ അർത്ഥം. ഇതിപ്പോ പഠിച്ചു വയ്ക്കാം. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമാണ്. സർഫസിൽ ഇതൊക്കെ സിമ്പിളാണ്.
ഇതിന്റെ ഇവിടെയും സെയിം ആണ്. സർഫസിലും സെയിം ആണ്. ഇവിടെ അകത്തെല്ലായിടത്തും സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അകത്തെല്ലായിടത്തും. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ കൂടും. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതോടുകൂടി നമ്മളുടെ എന്ത് കഴിഞ്ഞു? പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം തീർന്നു. ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യലിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി പൊട്ടൻഷ്യൽ എനർജി when two charges Q1 and Q2 separated by a distance r, ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എത്ര ആണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇവർ രണ്ടുപേരും ഇൻഫിനിറ്റികളിൽ ഇരിക്കുകയായിരുന്നു. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് രണ്ടുപേരെയും പിടിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കാൻ ചെയ്യുന്ന വർക്ക് ഡൺ. That work done or potential energy U is equal to, answer ഇതാണ് 1/4πε0 into Q1 Q2 divided by R. മറ്റേത് Q1 by R ആണെങ്കിൽ പൊട്ടൻഷ്യൽ, Q1 Q2 divided by R ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇലക്ട്രിക് ഫോഴ്സ് 1/4πε0 Q1 Q2 divided by R സ്ക്വയർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2 divided by R. ഇതും സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെങ്കിൽ എർഗ് ആണ്. ഓർക്കേണ്ട കാര്യം ഇവിടെയും ചാർജിന്റെ സൈൻ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ -Q1 മൈനസ് പോസിറ്റീവ് ആവും. പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്നതിന്റെ അർത്ഥം ബൗണ്ട് എനർജി ഓർ ബൈൻഡിങ് എനർജി ഓർ ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഒരു ചാർജ് ഇതിനകത്ത് നെഗറ്റീവ് ആണെന്ന് എഴുതുക. അപ്പം നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് നെഗറ്റീവ് വരും. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് നെഗറ്റീവ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എനർജി ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ്. രണ്ടും നെഗറ്റീവ് ആയാൽ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആവും. ഇപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആവും. അപ്പൊ രണ്ടുപേര് തമ്മിൽ when two charges Q1 and Q2 separated by a distance r, then the potential energy between these two is equal to 1/4πε0 Q1 Q2 divided by R. While putting the value of charge, substitute the sign of charge. ചാർജിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരും, സാർ 3 ചാർജ് ഉണ്ടായിരുന്നെങ്കിലോ? Q1 Q2 Q3 എന്ന് പറയുന്ന 3 ചാർജസ് ഉണ്ടായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം? ഇവർ തമ്മിലുള്ള ഇത് R12 എന്ന് എടുക്കാം, ഇത് R23 എന്ന് എടുക്കാം, ഇത് R13 എന്ന് എടുത്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U is equal to 1/4πε0 into ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q1 Q3 divided by R13 പ്ലസ് ഇവർ തമ്മിൽ Q1 Q2 divided by R12 പ്ലസ് ഇവർ തമ്മിൽ Q1 Q3 divided by R23. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അത് ഏതെങ്കിലും ചാർജിന് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ സൈൻ ഇട്ട് കൊടുക്കണം, അതാത് സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കണം. പക്ഷെ ഇനി പറയുന്നു എന്ന് ഓർക്കുക, 4 ചാർജുകൾ ഒരു കോർണർ ഇതിനകത്ത് എടുത്ത് വെച്ചു എന്ന് കരുതുക. ഇങ്ങനെ വെച്ചു എന്ന് കരുതുക. ഇതിന്റെ സൈഡ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്ന് ചോദിച്ചാൽ ഓർക്കുക, പൊട്ടൻഷ്യൽ എനർജി U is equal to 1/4πε0 into ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q²/A പ്ലസ് ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q²/A പ്ലസ് ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q² divided by A പ്ലസ് ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി Q²/A. തീർന്നില്ലേ? തീർന്നില്ല. ഇനി ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു Q² divided by √2A പ്ലസ് വീണ്ടും ഇവര് തമ്മിൽ എടുക്കണം Q² divided by √2A. എല്ലാവരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും എടുക്കണം. അതാണ് അതിന്റെ അർത്ഥം. എല്ലാവരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എടുത്തേ പറ്റൂ. ഇവര് തമ്മിൽ അപ്പൊ ദാറ്റ് ഈസ് 4Q²/A പ്ലസ് 2 into Q² √2A. അങ്ങനെ എഴുതാം. പക്ഷെ ഞാൻ അത് എഴുതിയിട്ട് അതിനല്ല, ഇതിനകത്ത് ഓർക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. 3 ചാർജ് പോസിറ്റീവ്, ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0. അതെന്താ സാർ? Q - Q divided by A, Q - Q divided by A, QQ divided by A, QQ divided by A. കുഴപ്പമില്ല. Q - Q divided by √2A, QQ divided by A. എന്ത് പറ്റും? ഇതും കൂടെ ക്യാൻസൽ ആവും, ഇതും കൂടെ ക്യാൻസൽ ആവും, ഇതും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയായി പോവും? 0 ആയി പോവും. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. വർക്ക് ഡൺ W is equal to ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. U final minus U initial. This is the equation for work done.
അപ്പോഴത്തേക്കും നേരത്തെ ഒരു വർക്ക് ഡൺ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചല്ലോ. ഓക്കെ, പഠിപ്പിച്ചിരുന്നു. വർക്ക് ഡൺ W is equal to ചാർജ് ഇൻറ്റു V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങിപ്പോകുന്നൊരു സ്ഥലം ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്തായാലും ഞാനത് പറഞ്ഞു വെക്കുന്നു. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്: 3 charges are placed at the 3 corners of an equilateral triangle of side 1 meter. What is the work done to shift these 3 charges to another equilateral triangle of side 0.5 meter? ഇവരെ 3 പേരെയും നമുക്ക് മാറ്റി വേറൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണറിൽ കൊണ്ടുവയ്ക്കണം. അവരുടെ സൈഡ് എന്ന് പറയുന്നത് 0.5 ആണ്. സംഭവം എന്താ? ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. U ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു 3 into 1/4πε0 into QQ divided by 1. ശരി തന്നെയാണ്. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി 1/4πε0 QQ by 1. ഇവർ തമ്മിൽ അത് തന്നെ, ഇവർ തമ്മിൽ അതുകൊണ്ടാണ് 3 ഇട്ടത്. U ഫൈനൽ എത്രയായിരിക്കും? U ഫൈനൽ ഈസ് ഈക്വൽ ടു 3 into 1/4πε0 into QQ divided by 0.5. 0.5 ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ. വേറെ തലകുത്തി നിന്നാലും നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ തലകുത്തി നിന്നാലും കണ്ടുപിടിക്കാൻ പറ്റൂല എന്നല്ല, അത് ചിലപ്പോൾ 3 ദിവസം എടുക്കും. അത്രയൊക്കെ ചെയ്ത് വരേണ്ടി വരും. ചേഞ്ച് ഇൻ ഇത് വെച്ച് ചെയ്യാം. പക്ഷെ ഭയങ്കര 3 ദിവസം ഒന്നും എടുക്കില്ല. ഞാൻ ചുമ്മാ ഇച്ചിരി കയറ്റി പറഞ്ഞതാണ്. ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും പിടിക്കും നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മെനക്കേടാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പം. അപ്പൊ ചേഞ്ച് ഇൻ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അത് വെച്ച് ചെയ്യാം, ഇത് വെച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കണം ഏത് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസറുകൾ കണ്ടെത്താം. ഒന്നുകിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, അല്ല എന്നുണ്ടെങ്കിൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഏത് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ കഴിഞ്ഞു. നമ്മൾ തീരാറാവും. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ഇനി കൊച്ചു പോയിന്റാണ്. ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അവിടെ ഓർക്കേണ്ടുന്ന കാര്യം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ എടുത്തു വെച്ചു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഞാനൊരു -q + q ഡൈപോളിനെ എടുത്തു വെച്ചു. ഉടനെ നമ്മുടെ നെഗറ്റീവ് ചാർജ് പറയും എനിക്കൊരു ഫോഴ്സ് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു QE. ഇവൻ പറയും എനിക്കൊരു ഫോഴ്സ് കിട്ടുന്നുണ്ട്, എനിക്കും QE ആണ്. പക്ഷെ എന്നെ പിടിച്ചു വലിക്കുന്നത് റൈറ്റിലേക്കാണ്, ഇവൻ പറയും എന്നെ പിടിച്ചു വലിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് കറങ്ങാം. അവർ കറങ്ങും, അതാണ് ടോർക്ക്. അങ്ങനെ ഇവർ കറങ്ങി വരുന്നു, -q + q കറങ്ങി വരുന്നു. ഈ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ടോർക്ക് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ? ടോർക്കിനുള്ള ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഒരു ഫോഴ്സ് അങ്ങോട്ടേക്കാണ്, ഒരു ഫോഴ്സ് ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്, അതായത് x. അപ്പോൾ നമ്മൾ എഴുതുന്നത് ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് DE ഇൻറ്റു x. പക്ഷേ x നമുക്കറിയില്ല. ഈ ആംഗിൾ തീറ്റയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഇത് തീറ്റയായിരിക്കും. ഫ്രം ദിസ് ഇക്വേഷൻ സൈൻ തീറ്റ എന്തുവരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ x ബൈ ലെങ്ത് ഓഫ് ദ ഡൈപോൾ, ദാറ്റ് ഈസ് 2a. ഇത് 2a ആണ്. Therefore x ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. അപ്പോൾ ഒരുത്തൻ വിളിച്ചു പറയും Q ഇൻറ്റു 2a എന്ന് പറയുന്നത് P ആണ്. Therefore it is equal to P sin theta. This is the equation for torque. When a dipole of moment P is placed in a uniform electric field of intensity E, then the torque acting on the dipole is equal to P E sin theta, or it is equal to P cross E. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, what is theta? Theta is the angle between P and E. അല്ലാതെ എല്ലാവരും സാധാരണ പറയുന്ന ഡൈപോളിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ, ഡൈപോളിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ തീറ്റയെന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനെയും നമുക്ക് തീറ്റയെന്ന് എടുക്കാൻ പറ്റും. ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല, ഡൈപോൾ മൊമെന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഡൈപോൾ മൊമെന്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. പിക്കും ഇക്കും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു P sin theta, or it is equal to P cross E, where E theta is a angle between P and E.
ഒന്ന് വളരെ ഇമ്പോർട്ടന്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡൈപോളിനെ അവൻ ആദ്യമേ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു θ1 എന്ന് പറഞ്ഞാൽ അവനെ റൊട്ടേറ്റ് ചെയ്ത് θ2 എന്ന് പറഞ്ഞ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദിസ് ഡൈപോൾ ഫ്രം ഇനിഷ്യൽ പൊസിഷൻ θ1 ടു ഫൈനൽ പൊസിഷൻ θ2? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഈസ് ഈക്വൽ മാറ്റി പോകരുത് P ഇൻറ്റു cos θ1 മൈനസ് cos θ2 മാറരുത്. മൂന്നാമതൊരു കാര്യമുണ്ട്, ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഡൈപോൾ? ഈ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ അറ്റ് ആൻ ആംഗിൾ θ ഡിഗ്രീസ് ഈക്വൽ ടു മൈനസ് പി cos θ. ഇത്രയും പഠിച്ചു വെക്കുന്നു. പിന്നെ ഡൈപോൾ ഓഫ് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇതുപോലെ മാഗ്നറ്റിസം വരുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഡൈപോൾ വരും. പിന്നെ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P is placed in a uniform electric field of intensity E at an angle theta, then the dipole torque acting on the dipole is equal to P sin theta, potential energy is equal to minus P cos theta, and work done to rotate the dipole from initial position θ1 to final position θ2 is equal to P into cos θ1 minus cos θ2. This is the equation 4. ഇനി ഒരു കാര്യം കൂടി ഓർക്കേണ്ടുന്നത്, അതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ ഇട്ടാൽ എന്നിട്ട് 4 ചോയ്സുകളാണ്. When a dipole is placed in a uniform electric field, then it will experience എന്നിട്ട് അതിനകത്ത് ടോർക്ക് ആൻഡ് എ ഫോഴ്സ്. ബി ചോയ്സ് വരുന്നത് there is a torque but there is no net force. സി വരുന്നത് there is no torque but there is a force. ഡി ചോയ്സ് വരുന്നത് there is no torque, there is no force. 4 ചോയ്സ് വരും. ഓർക്കേണ്ടുന്ന കാര്യം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ ഇട്ടാൽ there is a force as well as torque എന്ന് പറയരുത്, തെറ്റാണ്. കാരണം ഇവന് ലെഫ്റ്റിലേക്ക് കിട്ടുന്ന ഫോഴ്സ് QE, റൈറ്റിലേക്ക് കിട്ടുന്ന ഫോഴ്സ് QE, therefore നെറ്റ് ഫോഴ്സ് 0. നെറ്റ് ഫോഴ്സ് 0. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇവിടെ എന്നെ ഒരാൾ ലെഫ്റ്റിലേക്ക് പിടിച്ച് വലിക്കുന്നു ബൈ എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ, റൈറ്റിലേക്കും പിടിച്ച് വലിക്കുന്നു 10 ന്യൂട്ടൺ, എത്ര? നെറ്റ് ഫോഴ്സ് 0. അപ്പൊ ഇവന് ലെഫ്റ്റിലേക്ക് കിട്ടുന്ന ഈ ഫോഴ്സും ഈ ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷെ അവൻ കറങ്ങും. അപ്പോൾ ഏതാണ് ആൻസർ വരേണ്ടത്? there is no net force but there is a torque. ഇത് എവിടെയാണ്? യൂണിഫോം ഫീൽഡിൽ. യൂണിഫോം ഫീൽഡിൽ അവിടെ ഫോഴ്സ് ഉണ്ട്. ഈ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് QE, ഈ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് QE, ലെഫ്റ്റ് റൈറ്റ്. അതുകൊണ്ട് ഡൈപോളിന് മൊത്തത്തിൽ കിട്ടുന്ന ഫോഴ്സ് 0. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡൈപോൾ ഇങ്ങനെ കറങ്ങുകയുള്ളൂ. ഡൈപോൾ മൊത്തത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഒരാൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു, ഒരാൾ ലെഫ്റ്റ് പിടിക്കും, ഇവിടെ നിന്ന് കറങ്ങും. അപ്പൊ ഡൈപോൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിന് നെറ്റ് ഫോഴ്സ് 0 ബട്ട് ടോർക്ക് ഉണ്ട്. പക്ഷേ നോൺ യൂണിഫോം ഫീൽഡിൽ ഇട്ടാൽ നോൺ യൂണിഫോം ഫീൽഡ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ E1, ഇവിടെ E2. അപ്പൊ E1 കൂടുതലാണെങ്കിൽ QE1 കൂടുതലായിരിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? കറങ്ങുകയും ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അതല്ല E2 ആണ് കൂടുതലെങ്കിൽ ഇവൻ കറങ്ങുകയും ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? there is a net force as well as torque. രണ്ടും പഠിച്ചു വയ്ക്കണം. നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ അല്ല. അതാണല്ലോ നോൺ യൂണിഫോം. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. കൂടുതലാണെങ്കിൽ QE1 കൂടുതലായിരിക്കും, QE2 കുറവായിരിക്കും. അപ്പൊ ഇവൻ കറങ്ങുകയും ചെയ്യും, മൂവ് ചെയ്യുകയും ചെയ്യും. ഇനി QE2 ആണ് കൂടുതലെങ്കിലോ കറങ്ങുകയും ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? when a dipole, electric dipole is placed in a uniform electric field, then there is no net force but there is a torque. In a non-uniform electric field there is a torque as well as force. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നമ്മുടെ ഡൈപോളിന്റെ കേസ്. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഓർക്കേണ്ടുന്നത്, ഇതിനകത്ത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഫ്രം θ1 to θ2? കുഴപ്പമില്ല, P into cos. പക്ഷെ ചിലപ്പോൾ അങ്ങനെ തരില്ല. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം സ്റ്റേബിൾ ഇക്വിലിബ്രിയം ടു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കളയും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ടു അൺസ്റ്റേബിൾ. അപ്പൊ നമ്മൾ ഇവിടെ ഓർക്കുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്? ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്? അപ്പോൾ ആദ്യമേ അറിയേണ്ടത് ഇക്വിലിബ്രിയം എന്താണ്. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതാണ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ.
നെറ്റ് ഫോഴ്സ് 0, then that is called equilibrium. പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആകുന്നതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകണം. അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകണം. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 വരികയും അവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമവും ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നെറ്റ് ഫോഴ്സ് 0 ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം, then that is called അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ stable equilibrium means theta is equal to 0 and unstable means theta is 180. Substitute ചെയ്യാൻ നോക്ക്. തീറ്റയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു മിനിമം എത്ര കിട്ടും? -p. കണ്ട, ഏറ്റവും മിനിമം p-യേക്കാൾ 0-യേക്കാൾ കുറവാണ് -p. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എത്രയാണ്? p. എപ്പോഴാണ്? തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആവും. cos 180 -1 -o മൈനസ് പ്ലസ് ആകും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം മീൻസ് theta is equal to 0 and unstable. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് വർക്ക് ഡൺ റൊട്ടേറ്റഡ് ഡൈപോൾ ഫ്രം സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 0യും ഇവിടെ 180 ഇട്ട് കൊടുക്കുക. അൺസ്റ്റേബിൾ ടു സ്റ്റേബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 180യും ഇവിടെ 0യും ഇട്ട് കൊടുക്കണം. രണ്ടും ആൻസർ രണ്ടും ഡിഫറെന്റ് ആണ്. ഇതിനെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, then torque is equal to P sin theta, work done is equal to P into cos theta 1 minus cos theta 2, and potential energy is equal to minus P cos theta, and where theta is the angle between P and E. P ക്കും E ക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. And here stable equilibrium എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം theta is equal to 0 and unstable equilibrium means theta is equal to 180. ഇത്രയും കാര്യങ്ങൾ അറിയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയുന്നു. ഒന്ന്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എഴുതാറുണ്ട്. കാരണം ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്. ഇത് പഠിച്ചു വയ്ക്കണം, ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E into D. Potential difference between 2 points separated by a distance V is equal to E into D. പക്ഷെ ഓർക്കേണ്ടുന്ന കാര്യം, ഇവിടെ D എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് അല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് D. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് D എന്ന് പറയുന്നത്. where D is equal to this. അപ്പോൾ ചോദിക്കും, സാർ എയും സിയുമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? അതും ഇ ഇൻറ്റു ഡി ആണ്. എയും ബിയുമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ ഇൻറ്റു ഡി ആണ്. എയും സിയുമായിട്ട് ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ എടുത്താൽ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇ ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, സാർ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? അവർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. കാരണം അവർ തമ്മിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന പോയിന്റ് ആണ്. ഇങ്ങനെ എടുത്തിട്ട് വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല എടുക്കേണ്ടത്, എയും ബിയും തമ്മിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഡി ആയിട്ട് എടുക്കേണ്ടത്. If there is no distance between two points in the direction of electric field, then potential difference is equal to 0. അത് ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലംസ് ചെയ്യുന്നതിന് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി രണ്ട് ടേം പഠിക്കണം. എന്താണ്? ഒന്ന്, ഇലക്ട്രോൺ വോൾട്ട് എന്താണ്? ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന എനർജിയുടെ യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി ആൻഡ് റിലേറ്റഡ് ടു ഇലക്ട്രോൺസ്. എന്തോ ഇലക്ട്രോൺസ്? ഒരു ഇലക്ട്രോൺ ഒരു വോൾട്ടിലൂടെ ആക്സലറേറ്റ് ചെയ്താൽ അവന് കിട്ടുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. It is a energy gained by an electron when it is accelerated through a potential difference of 1 volt. അപ്പോൾ എനിക്ക് അതെത്രയാ സാറേ? ഞാൻ പണ്ട് പഠിച്ചിട്ടില്ലേ, W is equal to energy is equal to QV, that is equal to 1.68 into 10 minus 19 into 1 volt. Q into V, Q charge of electron, V that is it is equal to 1.6 into 10 minus 19 ജൂളിന് പറയുന്ന പേരാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ചോദിക്കും, സാർ പ്രോട്ടോൺ ആയാലും പോരെ? പ്രോട്ടോൺ ആണെങ്കിൽ ഇത് തന്നെ കിട്ടുമല്ലോ? കിട്ടും. അതുകൊണ്ട് വാട്ട് ഈസ് ഇലക്ട്രോൺ? വാട്ട് ഈസ് എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ ഓർ എ പ്രോട്ടോൺ വെൻ ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt.
അപ്പോൾ 1 വോൾട്ടിലൂടെ 1 ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അവന് കിട്ടുന്ന എനർജി 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 2 വോൾട്ടിലൂടെ ആണെങ്കിലോ 2 ഇലക്ട്രോൺ വോൾട്ട്, 3 വോൾട്ടിലൂടെ ആണെങ്കിലോ 3 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 വോൾട്ട് ഞാൻ കൊടുത്താൽ ആ ഇലക്ട്രോണിന് കിട്ടുന്ന എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. 10.2 വോൾട്ട് ഞാൻ കൊടുത്താൽ അവന് കിട്ടുന്ന എനർജി 10.2 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ആക്സിലറേറ്റിംഗ് വോൾട്ട് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. പക്ഷെ തിരിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും എനർജി ഉള്ള ഈ ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര വോൾട്ടേജ് വേണം എന്ന് ചോദിച്ചാൽ 10.2 വോൾട്ട് വേണം. അതിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ്. ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പോൾ 5 eV ഉള്ള ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര വോൾട്ടേജ് വേണം? 5 വോൾട്ടേജ് വേണം. അത് ഓർക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടുന്നത്. ഓർക്കുക, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ +5 വോൾട്ട് കൊടുത്താൽ അവൻ ആക്സിലറേറ്റ് ചെയ്ത് വരും. +5 വോൾട്ട് കൊടുത്താൽ, അപ്പൊ ചുമ്മാതിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ 5 വോൾട്ട് കൊടുത്താൽ അവൻ ആക്സിലറേറ്റ് ചെയ്തു. അപ്പൊ അവന് കിട്ടുന്ന എനർജി 5 eV ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വോൾട്ടേജ്, അപ്പൊ ഏത് വോൾട്ടേജ് കൊടുക്കണം? +5 വോൾട്ട് കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. എന്നാൽ ഒരു ഇലക്ട്രോൺ 5 eV എനർജിയോടുകൂടി മൂവ് ചെയ്ത് വരികയാണെന്ന് കരുതുക. അവനെ ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ -5 വോൾട്ട് കൊടുക്കണം. കാരണം ഇലക്ട്രോണിന് ഇവൻ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ്. അപ്പൊ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. മൂവ് ചെയ്ത് വരുന്ന ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ നെഗറ്റീവ് വോൾട്ടേജിനെ കാണിക്കണം. അതാണ് സ്റ്റോപ്പ്. നേരെ തിരിച്ച് പ്രോട്ടോൺ ആയിരുന്നെങ്കിലോ, പ്രോട്ടോൺ ആയിരുന്നു എങ്കിൽ പ്രോട്ടോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. ഒരു മൂവ് ചെയ്ത് വരുന്ന പ്രോട്ടോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ രണ്ടാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുക, പ്രോട്ടോൺ ഇവിടെ സാധാരണ കേസിൽ വരാറില്ല, ഇലക്ട്രോൺ ആണ് നമുക്ക് വരിക. അപ്പോൾ ഒരു ഇലക്ട്രോണിന് 5 വോൾട്ട് കൊടുത്താൽ അവന് 5 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. ഒരു ഇലക്ട്രോണിന് 0.5 വോൾട്ട് കൊടുത്താൽ 0.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. അല്ലെങ്കിൽ 5 ഇലക്ട്രോൺ വോൾട്ടുള്ള ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ 5 വോൾട്ട് വേണം. 0.5 എനർജി EV എനർജി ഉള്ള ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി 0.5 വോൾട്ട് വേണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ അതങ്ങനെ നമ്മുടെ ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എനർജി ഗെയിൻഡ് ബൈ an electron when it is accelerated through a potential of 1 volt which is equal to 1 eV. 2 വോൾട്ടിലൂടെ മൂവ് ചെയ്താൽ 2 eV, 10 വോൾട്ടിലൂടെ മൂവ് ചെയ്താൽ 10 eV, 25 വോൾട്ടിലൂടെ മൂവ് ചെയ്താൽ 25 eV. 25 eV ഉള്ള എനർജിയുള്ള ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ 25 വോൾട്ട് വേണം. ഇതും പഠിച്ചു വയ്ക്കുക. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അല്ല, അങ്ങോട്ട് വേറെ ചാപ്റ്ററുകളൊക്കെ വരും, അപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി. ഒരു ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് പുറത്തുനിന്ന് വന്നാൽ ഇവിടെ വന്ന് നിൽക്കും, അകത്തേക്ക് കയറില്ല. അതിന് പറയുന്ന പേരാണ് വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി. ഒരു ക്യാവിറ്റിക്കകത്ത്, ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിക്കകത്ത്, ഓപ്പൺ ക്യാവിറ്റി എന്ന് പറയരുത്. ക്യാവിറ്റി എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആണ്, എന്നാലും അവിടെ എവിടെയെങ്കിലും ഇച്ചിരി ഓപ്പൺ ആയിരുന്നാൽ ഇലക്ട്രിക് ഫീൽഡ് അകത്ത് കയറും. അപ്പോൾ ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇനി ഒരു കാര്യം കൂടിയേ ഉള്ളൂ, അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരുന്നു. ദാറ്റ് ഈസ് മൂവ്മെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ചാർജ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജിന് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം ഫീൽഡ്. എങ്ങനെ? എൻറ്ററിങ്, അതും കൂടെ നോക്കുക. എൻറ്ററിങ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇലക്ട്രിക് ഫീൽഡിനകത്ത് 3 രീതിയിൽ കയറാം. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡിന് പാരലലായിട്ടൊരു ചാർജ്ഡ് പാർട്ടിക്കിളിന് എൻ്റർ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ F is equal to QE പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടിക്കിളിന് ഇടുന്ന ആക്സലറേഷൻ എത്രയായിരിക്കും? QE ഡിവൈഡഡ് ബൈ M. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് കയറുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ഇൻടു എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, മാസ്, ഇത് മൂന്നും സെയിം ആണെങ്കിൽ ആക്സലറേഷനും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ആക്സലറേഷൻ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ when a particle of charge Q
is entering into a uniform electric field, then acceleration force acting on the particle F is equal to QE. ശ്രദ്ധിക്കണം, F is equal to QE, acceleration A is equal to QE divided by M. QE divided by M. If this acceleration remains a constant, ഈ acceleration constant ആണെങ്കിൽ, it is possible to apply the equations of motion, that is V is equal to U plus AT, S is equal to ut plus half at square, and V square is equal to U square plus 2as. ഈ ഏത് ഇക്വേഷൻ വേണോ അതിനകത്ത് അപ്ലൈ ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്തായിരിക്കണം? ഈ കോൺസ്റ്റന്റ് ആയിരിക്കണം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കണം. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. ഇതിന്റെ അർത്ഥം ഇനി ശ്രദ്ധിക്കുക. If the charged particle is entering parallel to the electric field, ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ശ്രദ്ധിച്ചോണേ, പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു മാർഗവും ഇല്ല. ഇവിടെ വന്നൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ദാ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇവിടെ എടുത്തു വെച്ചു, ചുമ്മാതെ വെച്ചു. അപ്പോൾ ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, ഇവൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും വിത്ത് ആൻ ആക്സിലറേഷൻ. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അവൻ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ. ഇവന്റെ ആക്സിലറേഷൻ നമുക്കറിയാം, QE ഡിവൈഡഡ് ബൈ M. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഇസ് ദ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ്? ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ ടൈം t സെക്കൻഡ്സ്? രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. വാട്ട് ഇസ് ദ വെലോസിറ്റി ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസസ്? ചോദിച്ചാൽ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്നാൽ നേരെ തിരിച്ച് ഒരു -q ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ബാക്കിലേക്കായിരിക്കും. അപ്പോൾ അവനിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വന്നങ്ങ് നിൽക്കും. അപ്പോഴും ആ ഇക്വേഷൻസ് ഏത് വേണോ ഉപയോഗിക്കാം. പക്ഷെ എന്ത് ഉപയോഗിക്കണമെന്ന് മാത്രം, എയുടെ സ്ഥാനത്ത് -QE/m എന്ന് ഉപയോഗിക്കണം. ആക്സിലറേഷൻ -QE ഡിവൈഡഡ് ബൈ M. അപ്പൊ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം ഇതാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു വിത്ത് വെലോസിറ്റി u ആണെങ്കിൽ അവന്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു -q ചാർജ് പാർട്ടിയാണെങ്കിൽ അവന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം ഇവന് കിട്ടുന്നത് ആക്സിലറേഷൻ ആയിരിക്കും, ഇവന് കിട്ടുന്നത് ഡീസിലറേഷനും ആയിരിക്കും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇനി നമ്മുടെ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോൺ ഈസ് എൻ്ററിങ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി v. ദെൻ 4 ചോയ്സ് ആണ്. എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ആവശ്യം ഇങ്ങോട്ടേക്കായതുകൊണ്ട് ഇവന്റെ വെലോസിറ്റി കുറഞ്ഞ് 0 ആവും, പിന്നെ തിരിച്ചിങ്ങ് വരും. അപ്പോൾ അവിടെ എന്തായിരിക്കണം? വെലോസിറ്റി ഡിക്രീസസ് ആൻഡ് പാത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ പ്രോട്ടോൺ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങോട്ട് വരുമ്പോൾ അവന്റെ വെലോസിറ്റി കൂടി വരും. ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരും, എന്നിട്ട് തിരിച്ചങ്ങ് പോകും. പാത്ത് സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരിക്കും, മാറ്റമില്ല. പാത്ത് സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരിക്കും. എന്നാൽ ഇതാണെങ്കിൽ അവന്റെ സ്പീഡ് കൂടി വരും. വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് പാത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതെപ്പോഴ് ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ കയറിയാൽ. ഇനി ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കാണ് വന്ന് കയറുന്നതെങ്കിൽ അവന്റെ വെലോസിറ്റി കൂടി പോകും. പാത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്നാൽ പ്രോട്ടോൺ ഇങ്ങോട്ടേക്കാണ് വന്ന് കയറുന്നതെങ്കിലോ വന്നിട്ട് തിരിച്ചങ്ങ് പോകും. അവന്റെ വെലോസിറ്റി ഡിക്രീസസ്, പാത്ത് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ എന്തായാലും ഓർക്കുക, ഒരു പ്രോട്ടോണിന് കിട്ടുന്ന ആക്സിലറേഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ്, ഇലക്ട്രോണിന് കിട്ടുന്ന ആക്സിലറേഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. ഇത്രയും കാര്യം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് parallel to the electric field, then acceleration acting on it is equal to QE/m. Depends on the sign of the charge, velocity of the particle increases or decreases, but path of the particle remains the same, that is straight line. ഇനി അടുത്തത് ഓർക്കുക, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, താഴേക്ക്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q
യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, ഈ പോസിറ്റീവ് ടു നെഗറ്റീവ്. ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടെ വന്ന് കയറുമ്പോൾ അവന്റെ വെലോസിറ്റി യു ആണ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തൊരു ഫോഴ്സ് കിട്ടും, QE. ആ ഫോഴ്സ് കാരണം ഇവൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. താഴേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ QE/m ആയിരിക്കും. QE/m. അപ്പോൾ നമ്മൾ ഇത് എന്തിനെ പോലെ കൺസിഡർ ചെയ്യണമെന്നറിയാമോ? ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലിനെ എടുത്തിരുന്ന പ്രൊജക്ടൈൽ മോഷൻ പോലെ കൺസിഡർ ചെയ്യണം. കുറെ നേരം കഴിയുമ്പോൾ ഈ പാർട്ടികൾ ദാ ഇവിടെ വരുന്നു എന്ന് കരുതുക. ഈ സമയത്ത് അവൻ റൈറ്റിലേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എക്സും താഴേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് വൈയുമാണ്. എക്സിന്റെ വാല്യൂ UT ആണ്. താഴേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഹാഫ് SECകൾ UT പ്ലസ് താഴേക്ക് U ഇല്ല. അതുകൊണ്ട് ഹാഫ് AT² QE/m × T². അതുകൊണ്ട് ഇവന്റെ പാത്ത് വാസ് എ പാരബോളിക് പാത്ത്. ഓർക്കണം, നന്നായിട്ട് ഞാൻ പറയാം. ഇവൻ ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റർ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നു എങ്കിൽ അവൻ നേരെ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം ഇവന് താഴേക്കൊരു ഫോഴ്സ് കിട്ടും, താഴേക്കൊരു ആക്സിലറേഷൻ കിട്ടും. താഴേക്കുള്ള ആക്സിലറേഷൻ ആണ് QE/m. അതിന്റെ ഫലമായിട്ട് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്തു വരിക. അപ്പോൾ അവൻ നേരെ പോയിരുന്നെങ്കിൽ ഇവിടെ വരേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ എത്തി. താഴേക്ക് y ഡിസ്റ്റൻസ് പോയി, റൈറ്റിലേക്ക് x. റൈറ്റിലേക്കുള്ള വെലോസിറ്റി u റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഞാൻ x എന്തെന്ന് എഴുതി UT. ഇവൻ താഴേക്ക് ആക്സിലറേഷൻ കാരണം ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? SECകൾ UT പ്ലസ് ഹാഫ് AT² ഉപയോഗിക്കണം. പക്ഷെ u ഇല്ല. ആദ്യത്തെ താഴേക്കുള്ള വെലോസിറ്റി 0 ആണ്. Therefore y = half AT², that is half QE/m × T². ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇവന്റെ പാത്ത് പാരബോളിക് ആണെന്ന് കൂടി ഓർക്കുക. അപ്പൊ ഇവന്റെ പാർട്ടിക്കിളോ ചാർജ് Q entering with a electric field parallel to the electric field, then path is a straight line. Perpendicular to the electric field ആണെങ്കിൽ path is parabolic. ഇത്രയും ഓർക്കുക. ഇവിടെയെല്ലാം ആക്സിലറേഷന്റെ സ്ഥാനത്ത് QE/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ 3 ക്ലാസ് കൊണ്ട് നമ്മൾ നല്ലൊരു വലിയൊരു ചാപ്റ്ററാണ് ഇത്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിന്റെ ജനറൽ ഇക്വേഷൻസും കുറെ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഫർദർ പിന്നീട് നമുക്ക് ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി തീർന്നു. നിങ്ങൾ അടുത്ത ജനറൽ ഇക്വേഷൻ ചെയ്യാൻ പഠിക്കും. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരിക്കലും ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സോട്ട് കണ്ടിന്യൂ ചെയ്യരുത്. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ വീണ്ടും ഒന്നൊരു ബേസിക് ആയിട്ട് പറയുന്നു. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു 5 ക്ലാസ് ഉണ്ട്, അത് കാണണം. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊന്നും വിചാരിക്കരുത്. പിന്നെ വെക്ടർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വെക്ടർ ചാപ്റ്റർ, അതും കാണണം. അത് കഴിഞ്ഞ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത്രയും ബേസിക്സ് ആണ്. അതൊരിക്കലും ഒരു ചാപ്റ്ററായിട്ട് കൂട്ടരുത്. ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, വെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിനുശേഷം നമ്മൾ വേണം ഇങ്ങോട്ടേക്കുള്ള ചാപ്റ്ററിൽ കയറാൻ. ഇതും കയറുമ്പോൾ ഫസ്റ്റ് സെഷൻ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഓരോ യൂണിറ്റ് ഓരോ ക്ലാസ്സും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചാടി കാണാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഗുണം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ്. ശരി, അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് അടുത്തതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. We'll be right back.